പണിയാണല്ല. നമ്മളൊരു ഷിറ്റ് ബോക്സ് എടുത്തിട്ടുണ്ട്, ഒരു വണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. വാ, ഹൈ കിലോമീറ്റേഴ്സ് ആണ്, 5th ഓണറാണ്, എല്ലാ പണിയുള്ള ഒരു വണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ പണിത് സെറ്റാക്കി എടുക്കാൻ പോവാ. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത വണ്ടിക്ക് യാതൊരു സർവീസ് ഹിസ്റ്ററിയോ സർവീസ് റെക്കോർഡോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ കടയിൽ തന്നെ പോയി സർവീസിന് വേണ്ടി എല്ലാ സാധനവും മേടിച്ച്, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ക്യാബിൻ ഫിൽറ്റർ, പിന്നെ 1 ലക്ഷം ഓടിയ വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ ടൈമിംഗ് ബെൽറ്റും അതിന്റെ ടെൻഷനും എല്ലാ സാധനവും മേടിച്ചിട്ടോ ഏകദേശം ഒരു 10,000 രൂപ ഇപ്പൊ തന്നെ ചെലവായി. എല്ലാ പാർട്സും എടുത്ത് നമ്മൾ നേരെ പോയത് വെണ്ണലയത്തെ ഡ്രോൺസ്റ്റൺ ഗറാജിലാട്ടോ. നമ്മുടെ കൂട്ടുകാരൻ്റെ കടയിൽ നേരെ വണ്ടി കയറ്റി ആദ്യം തന്നെ ഓയിൽ ചേഞ്ച് അങ്ങോട്ട് ചെയ്തിട്ടോ. 5W40 ഗ്രേഡ് എഞ്ചിൻ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്ട്രോൾ എഞ്ചിൻ്റെ കേട്ടോ. നമ്മളെല്ലാ വണ്ടിയിലും ഈ എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ നിങ്ങളുടെ ഓണേഴ്സ് മാനിൽ നോക്കിയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഗ്രേഡ് നോക്കിയിട്ട് വേണം എഞ്ചിൻ ഓയിൽ എടുക്കാൻ കേട്ടോ. മാത്രമല്ല ഗ്രേഡിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സാധനം കണ്ട ACA C3 എന്ന് കൊടുത്തിരിക്കണ്ട. C3 ഉണ്ട്, C4 ഉണ്ട്, C5 ഉണ്ട്, അങ്ങനെ പല റേറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഡീസൽ എഞ്ചിൻസ് ഒക്കെ ഈ C3 ആണ് യൂസ് ചെയ്യുന്നത്. പുതിയ ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതിന് C4 ഓർ അബോവ് റേറ്റിംഗ് ഉള്ള എഞ്ചിൻ ഓയിൽ വേണം കേട്ടോ. അപ്പോൾ ഓണേഴ്സ് മാനിൽ ചെക്ക് ചെയ്തിട്ട് വേണം ഓയിൽ മേടിക്കാൻ. പിന്നത്തെ മെയിൻ ടാസ്ക് ആണ് ഈ ടൈമിംഗ് ബെൽറ്റ് ആൻഡ് ടെൻഷനർ ചേഞ്ച് കേട്ടോ. ഈ ടൈമിംഗ് ബെൽറ്റ് എന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ ലോവർ പോർഷനിൽ, നമ്മുടെ ക്രാങ്കിന് ടോപ്പ് പോർഷൻ ഓഫ് ദ എഞ്ചിനില്ലേ, അതിന്റെ ക്യാം ഷാഫ്റ്റൊക്കെ അതിനെ കണക്ട് ചെയ്യുന്ന ഈ ബെൽറ്റ് ആണ് കേട്ടോ. നമ്മുടെ എഞ്ചിന്റെ അകത്ത് ഈ പിസ്റ്റനും വാൽവ്, ഈ സാധനം കണ്ടില്ലേ, ഇത് രണ്ടും ഒറ്റ സ്ഥലത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ പുതിയ എഞ്ചിൻസ് ഒക്കെ ഈ ഇന്റർഫിയറൻസ് എഞ്ചിൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ പിസ്റ്റൻ താഴോട്ട് പോകുമ്പോഴാണ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത്, എന്നിട്ട് പിസ്റ്റൻ തിരിച്ചു വരുമ്പോഴേക്കും വാൽവ് ക്ലോസ് ചെയ്യും. ഈ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്ന ഈ ടൈമിംഗ് ബെൽറ്റ് ആണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി പണിയാണ്. അതുകൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ, ഏകദേശം 5-6 വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ അതിന്റെ ടൈമിംഗ് ബെൽറ്റും ടെൻഷനും ഇതേപോലെ പണി അറിയാവുന്ന മെക്കാനിക്കിന്റെ അടുത്ത് കൊടുത്തിട്ട് വേണം മാറ്റാൻ. ഇതൊരു ട്രോഫി ആണുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഒരു ട്രോഫി സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ത് പണി ചെയ്യണം? കുറേ പണികളുണ്ട്, അതിലെന്ത് ചെയ്യണം? കമന്റ് ഡൗൺ ബിലോ. എങ്ങനെയുണ്ട് സാധനം?